ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ നേരത്തെ തന്നെ റെഡിയായി. രണ്ടാമത്തെ ദിവസമാണ് വയനാട്. അപ്പം ഇതായിരുന്നു ഞങ്ങൾ നിന്നിരുന്ന പ്രോപ്പർട്ടി എന്ന് പറയണത്. നല്ലൊരു ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. കോഫി ബെറി വില്ല വൈത്തിരി, അവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഡോക്ടർ സബീന എന്ന് പറയുന്ന ഒരു മാഡത്തിൻ്റെ കീഴിൽ ഉള്ളൊരു പ്രോപ്പർട്ടിയാണിത്. 300 ഏക്കേഴ്സ് ലാൻഡിൽ ഒരു വില്ല, അതുപോലെ തന്നെ പൂള്, അതിന് പ്ലേ ഗ്രൗണ്ട്, അടുത്ത് തന്നെ ഒരു അരുവി, ഇതെല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരുന്നു. അഖിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്തു. അതുപോലെ തന്നെ പൂളായാലും റൂംസ് ആയാലും എല്ലാം ക്ലീൻ ആൻഡ് ബെസ്റ്റ് ഒരു സ്റ്റേ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫുഡെല്ലാം അവർ വേണമെങ്കിൽ വെച്ച് തരും. കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ട്. കിച്ചണിൽ പോയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബാർബിക്യൂ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പൂളിൽ നിന്നായിരുന്നു. പൂള് നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലോ. പൂളിൽ കിടക്കാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം ഞാനും രാവിലെ എണീറ്റു. ഒരു 7 മണിയായപ്പോൾ എണീറ്റ് നമ്മൾ നേരെ പൂളിലേക്ക് ചാടുകയാണ് ചെയ്തത്. പൂളിൽ കിടക്കുമ്പോൾ തന്നെ ഒരു റിലാക്സേഷൻ ആയിരുന്നു. അപ്പം പൂൾ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പൂളിൽ നമ്മൾ എൻജോയ് ചെയ്തു. നേരെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ വിട്ടത്. നേരെ ഞങ്ങൾ പോയത് തൊള്ളായിരംകല്ലിലേക്കായിരുന്നു. അപ്പോൾ തൊള്ളായിരംകല്ലിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് അതിൽ ബുക്ക് ചെയ്യാം. 250 രൂപയാണ് തൊള്ളായിരംകല്ലിക്ക് ഉണ്ടായിരുന്നത് ഒരാൾക്ക് കേട്ടോ. അങ്ങനെ തൊള്ളായിരംകല്ലി ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് നമ്മൾ പോയത്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ തൊള്ളായിരംകല്ലിയുടെ ആ സ്ഥലത്ത് എത്തണമെങ്കിൽ നമുക്ക് 1000 സംതിങ് രൂപ കൊടുത്തിട്ട് ഈ ഒരു ജീപ്പ് സഫാരി ചെയ്യണമായിരുന്നു. ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ്. അവിടെ നമ്മുടെ വണ്ടികളൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് എടുത്തിട്ട് വേണം നമ്മൾ തൊള്ളായിരംകല്ലിക്ക് എത്താൻ. തൊള്ളായിരംകല്ലിൽ തന്നെ 2 സ്ഥലങ്ങളുണ്ട്. അതിൽ ഇക്കോ പാർക്കും ഉണ്ട്, സ്കൈ പാർക്കും ഉണ്ട്. അപ്പം അതിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇക്കോ പാർക്കാണ്. ഈ ഇക്കോ പാർക്കിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സിപ്പ് ലൈൻ, അതുപോലെ തന്നെ റോപ്പ് വാക്കിങ്, ആർച്ചറി, അങ്ങനെ നിറയെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സ്കൈ ലൈനിൽ ഭയങ്കര ഹൈറ്റിലായിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാവും. പിന്നെ അവിടെ ഏതോ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയും കൂടി ഉണ്ടാവുള്ളൂ. ബാക്കി ഇവിടെ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ആക്ടിവിറ്റി ആയിരിക്കും, ഈ ഒരു ഇക്കോ പാർക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ട ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിങ്ങിനും അതുപോലെ തന്നെ ജയൻറ്റ് സ്വിങ്ങിനും നമ്മൾ 100 റുപ്പീസും 200 റുപ്പീസും വെച്ച് കൊടുക്കണം. ബാക്കിയെല്ലാം ഇവിടെ ആക്ടിവിറ്റീസ് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ ട്രക്കിംഗ് ആണെങ്കിലും ഭയങ്കര ഒരു 1 അവർ എടുത്തില്ല. ഞങ്ങളൊരു ½ അവറിൽ ട്രക്കിംഗ് ചെയ്ത് വരാണ് ചെയ്തത്. നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഓഫ് റോഡാണ്. ഒട്ടും നമ്മുടെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു ഓഫ് റോഡാണ്. അപ്പോൾ ഞങ്ങൾ നേരെ തൊള്ളായിരംകല്ലിയുടെ അവിടെ എത്തി, ഗ്ലാസ് ബ്രിഡ്ജിൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് അവർ നമ്പർ അനുസരിച്ച് വിളിക്കും. അപ്പം വ്യൂ ഒരു രക്ഷയില്ല. അസാധ്യ വ്യൂ ആയിരുന്നു. നമുക്ക് ഭയങ്കര മനസ്സിന് തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അപ്പം ഒരു 2-3 മിനിറ്റ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ, ഒരു ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടു. താഴേക്കൊക്കെ നോക്കി. താഴേക്ക് നോക്കുമ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞാൽ പേടിയാവുന്നു. എനിക്ക് അങ്ങനെ പേടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ സൈക്ലിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈക്ലിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അപ്പോഴാണ് ഞങ്ങളുടെ ടിക്കറ്റിൽ കാണുന്നത് ഞങ്ങൾക്ക് കുറേ അധികം ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ബോവാനാരോ ചെയ്യാനും അതുപോലെ തന്നെ ഞാനൊരു വട്ടം ഇട്ടു, പക്ഷെ അത് വീഡിയോയിൽ കൊണ്ടില്ല. അതെൻ്റെ കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഷൂട്ടിംഗ് ചെയ്തു, അവനും കിട്ടി. ഇതിലെനിക്കും ചേട്ടനും അമ്പും വില്ലും വിടുന്നതിൽ എനിക്കും ചേട്ടനും എന്തിനാണ് വിജയിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, കേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേവ് അടിപൊളിയാണ്. വലിയൊരു റോക്കിൻ്റെ ഉള്ളിലുള്ളത്. ആ റോക്കിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കൂൾ എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഈ റോക്കിൻ്റെ ഉള്ളിലേക്ക് ഞാനും അപ്പയും ചേട്ടനും അമ്മയൊക്കെ കൂടി അങ്ങനെ ഇറങ്ങണമെന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറി ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. നല്ല പൊടിയൊക്കെ അടിച്ച് സ്ലിപ്പറി ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങണം. ഇങ്ങനെ നിറയെ പാറയിടുക്കുകളുടെ ഇടയിലായിക്കൂടെ ആയിരുന്നു കേട്ടോ നമുക്ക് നടക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ പാറയിടുക്കും കഴിഞ്ഞ് കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് മേലോട്ട് പാറയിൽ കൂടെ തന്നെ നമുക്ക് കയറി വരാം. ഇങ്ങനെയായിരുന്നു ആ ഒരു
സെറ്റപ്പ് എന്ന് പറയുന്നത്. കേവും നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാൻ നമുക്ക് തോന്നും. നല്ല ഇഷ്ടമാവും നിങ്ങൾക്കൊക്കെ. പോയി ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. ലാസ്റ്റ് പാറക്കെട്ടിൻ്റെ ഇടുക്കി കൂടെ കയറേണ്ട ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്രയും ചെറിയൊരു സ്പേസ് ഒന്നുമല്ല. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയ സ്പേസ് ആയിട്ട് തോന്നുമെങ്കിലും കയറുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു സ്പേസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പാറക്കെട്ടിൻ്റെ ഇടുക്കി കൂടെ വന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കയറി ഇറങ്ങി നമ്മൾ മല കയറി വന്നു. അതും നല്ലൊരു കേവ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് ട്രക്ക് ചെയ്ത് വരാണ് ചെയ്തത്. അപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങളത് നിർത്തി കണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ടീയും സ്നാക്കൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഞങ്ങൾ എത്തിയത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ജംഗിൾ സഫാരി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സഫാരി. അങ്ങനെ ഗൈസ് നമ്മൾ ടൈഗർ റിസർവിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്കിന്ന് ജീപ്പ് സഫാരി ഉണ്ട്, അതിന് പോകാം നമുക്ക്. അപ്പം ഈ ഒരു ജീപ്പായിരുന്നു നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്നത് ഭയങ്കര വേർത്ത് തന്നെയായിരുന്നു. ഞങ്ങളവിടെ എലഫൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിയറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു സിംഹവാലൻ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അനിമൽസിനെ നമുക്ക് കാട്ടിൽ കാണുന്നത് ഇപ്പോഴും ഒരു അടിപൊളി തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ അവരെ കണ്ട് കുറേ നേരം ഒരു 1.5 hours നമ്മൾ കാട്ടിലൂടെ യാത്രയായിരുന്നു. എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു തണുപ്പുള്ള ടൈമായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കാം ആൻഡ് കൂൾ എഫക്റ്റ് ഉണ്ടായിരുന്നേനെ. ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് മഴ ഇല്ല, ഒരു ചൂട് സമയമായിരുന്നല്ലോ, ചെറുതായിട്ടായാലും ചൂടുണ്ടായിരുന്നു. അപ്പോൾ പൊടി ഇങ്ങനെ പാറി കിടക്കണതുകൊണ്ട് നമുക്ക് ജീപ്പ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ജീപ്പിൽ നിന്നും ബാക്കിലൊക്കെ പിടിച്ച് നിന്ന് ഞങ്ങൾക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഓരോ ജീവികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കാട്ടിക്കൂടെയുള്ള യാത്ര ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാട്ടിക്കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. കുറേ അധികം മരങ്ങളും നല്ല അടിപൊളി ബ്രീത്തും ഒരു പൊല്യൂഷനും ഇല്ലാതെ അനിമൽസ് സുഖമായി സ്വസ്ഥമായി ജീവിക്കുന്ന ഇടം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇതല്ലേ. അങ്ങനെ ആനകൾ തന്നെ കൂട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഞങ്ങൾ ആനകളെ കണ്ടു, പക്ഷേ വീഡിയോയിൽ കിട്ടില്ല, കാരണം നമ്മുടെ കണ്ണുകൊണ്ടാണ് കാണാൻ പറ്റിയത്. ഇവിടെ നിൽക്കുന്നുണ്ട് ആനകൾ, ആനക്കൂട്ടം. വീഡിയോയിൽ അത് എത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല, കാരണം നിറയെ പൊന്തക്കാടായതുകൊണ്ട് നമുക്ക് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആനകളെ. പക്ഷെ എന്നാലും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ആനകളെ കൂട്ടം കൂട്ടമായിട്ട് അവരിങ്ങനെ ഇലയൊക്കെ ഒടിച്ച് മരമൊക്കെ ഒടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാണാനും നല്ല രസമായിരുന്നു. പിന്നെ മാനുകളായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടികൂടലും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മാൻ വന്നിട്ട് ഇടികൂടുന്നുണ്ട്, അതിങ്ങനെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുന്ന പോലെ മാൻ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നോക്കി നിൽക്കുന്നത് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് ആനക്കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. അവരിതേ ഇങ്ങനെ 4 മണിക്ക് പലഹാരം തിന്നായിരുന്നു തോന്നുന്നത് അവിടെ നിൽക്കുന്നുണ്ട്. ഓരോരോ ജീവികളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ മലയണ്ണാനെയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കിട്ടില്ല, കാരണം മരത്തിൻ്റെ മുകളിൽ അങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു. പിന്നെ നമ്മൾ അത്രയും സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ, കാരണം കാട്ടിൽ ഇത് എവിടെയാണ് നിൽക്കണമെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ കുറേ വണ്ടിയിൽ പോകണ നേരത്തെ ഒരു വട്ടം കാണാമെന്നല്ലാതെ നമുക്കറിയില്ല ഇത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഇവിടെ ഉണ്ട് മലയണ്ണാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് കാട്ടിക്കൂടെ ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ യാത്ര ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ എപ്പോഴും ഇത് ചൂസ് ചെയ്യുമ്പോൾ മോർണിംഗ് ചൂസ് ചെയ്യാം, ട്രിപ്പ് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ച് നേരെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. 2 ദിവസത്തെ അടിപൊളി ട്രിപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.